ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻറ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമുള്ള വലിയൊരു കണ്ടൻറ്റൊന്നുമല്ല, എന്നാൽ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കാം. അപ്പോൾ ഇന്ന് നല്ല വെയിലും നല്ല ആവശ്യത്തിന് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകണമെന്ന്, ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകണമെന്നൊക്കെ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന്. അതാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്താ പറയുക, ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേരെന്നോട് ചോദിച്ചു എന്തിനാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളും കേട്ടോ. ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ മുയൽ നല്ല സുന്ദര കുട്ടനായിട്ട് മുറ്റത്തൂടെ കുറേ ഓടി കളിച്ചതിന് ശേഷം വന്ന് ക്ഷീണം കാരണം ഇരിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7 മാസമെങ്കിലും ആയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മണി മൈൻഡോടുകൂടി ഒന്നും തുടങ്ങിയതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, ഈ യൂട്യൂബ് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 37-38 വയസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു, എന്താണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം പിള്ളേരുടെയൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ പിള്ളേർക്കും അത് ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റുമല്ലോ. ആ ഒരു പർപ്പസോടുകൂടിയാണ് ഞാൻ, അതായത് ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ യൂട്യൂബ് ചാനൽ. അല്ലാതെ ഞാൻ കാശ് അല്ലെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബർ 4000 മണിക്കൂർ എന്നും ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പോൾ എല്ലാവരും ചിന്തിക്കും, നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ലൈക്ക് സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പം അതിങ്ങനെ ഒരു ഓളത്തിന് പറഞ്ഞു പോകുന്നുള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, എന്താ പറയണ്ടേ, ഈ റീസൺസ് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം, അതായത് കുറേ വർഷം കഴിയുമ്പോൾ നമുക്കിത് ഒരു മെമ്മറി ആയിട്ട് കാണാലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, എന്നാൽ നമുക്ക് യൂട്യൂബ് ചാനലിനകത്ത് എന്താ പറയണ്ടേ, അത് പബ്ലിക്കും പ്രൈവറ്റുമായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യം തന്നെയുള്ളത്. 4 പേര് കാണുവാണെങ്കിൽ അത് കണ്ടോട്ടെ, നമുക്കൊരു സന്തോഷം. രണ്ട് വ്യൂസ് കാണുമ്പം ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും കണ്ട് എനിക്ക് അതിൽ നിന്നും കുറേ പണം സമ്പാദിക്കണം എന്നൊന്നും എനിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഇപ്പം ആരും നമ്മൾ എന്താ പറയണ്ടേ, ഈ ആൽബംസ് ഒന്നും, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആൽബം ഒക്കെ സൂക്ഷിച്ച് വെക്കില്ലായിരുന്നു, ഫോട്ടോസൊക്കെ. അത് നമുക്ക് ഇന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ആ ആൽബംസ് എല്ലാം നമ്മൾ തപ്പിപ്പെറുക്കി എടുക്കും. അതിനകത്ത് എരിച്ചൊക്കെ പോയതായിരിക്കും അതിനകത്ത് മുക്കാലും. എന്നാലും അതിനകത്ത് ചെറിയൊരു രൂപം കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമില്ലേ. അതേപോലെ ഇനിയുള്ള മുന്നോട്ട് ഇപ്പം പോലും നമ്മുടെ കയ്യിലൊന്നും ആൽബംസ് ഒന്നും ഇല്ല. അപ്പം കുറേ വർഷം കഴിയുമ്പോൾ ഇതൊരു ആൽബമായിട്ട് അല്ലെങ്കിൽ ഇതൊരു മെമ്മറി ഫയലായിട്ട് നമുക്ക് കരുതാം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് ഏജ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഒരു ഏജ് വ്യത്യാസമൊന്നുമില്ല. ആർക്ക് വേണേലും എപ്പോൾ വേണേലും തുടങ്ങാൻ പറ്റും. ഒരു ഫോൺ ഉണ്ടെങ്കിൽ, ഒരു കുഴപ്പമില്ലാത്തൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ഇത്. ഒരു ഇമെയിൽ അഡ്രസ്സൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമുക്ക് വലിയ കണ്ടൻറ്റ് ക്രിയേറ്ററൊന്നും അല്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൂടെ കാണിക്കാനും ചെയ്യാനും 4 പേരെ കാണിക്കാനും ഒക്കെ പറ്റും. അത് വലിയൊരു ഷോയ്ക്ക് വേണ്ടി കാണിക്കാനൊന്നുമല്ല, ഒരു രസം, അത്രേ ഉള്ളൂ.
അത്ര ആ ഒരു ലക്ഷ്യത്തോട് മാത്രമാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം പാസ്. നമ്മുടെ ഫാസ്റ്റ് ലൈഫാണല്ലോ ഇപ്പം. എല്ലാവരും ജോലിയും തിരക്കുകളും കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നടക്കുന്ന ജീവിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയൊരു സമയം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. അപ്പം ചിലവർ വിചാരിക്കും, എന്താ പറയണ്ടേ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണല്ലോ എന്നൊക്കെ ചിലവരൊക്കെ പറയും. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. അങ്ങനെ പറയുന്നവർ പറയട്ടെ. ഇപ്പം നമുക്ക് ആരുടെയും വായടപ്പിക്കാനൊന്നും പറ്റത്തില്ല. 1000 കുടത്തിൻ്റെ വായടച്ചാലും നമുക്ക് ഒരു മനുഷ്യന് വായടയ്ക്കാൻ പറ്റിയില്ലെന്നാണല്ലോ നമ്മുടെ ചൊല്ല്. അപ്പോൾ അതുപോലെ എനിക്കതിലൊന്നും വലിയ ഇതൊന്നും തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റീസ് കാണിക്കുന്നവർ കാണിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഏറ്റവും ഒരു ഉപകാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി മാത്രമല്ല, നമുക്കിപ്പം ഡ്യൂട്ടിക്കിടയ്ക്ക് ഇപ്പം നമുക്ക് എല്ലാം ഓൺലൈനിലാണല്ലോ. അപ്പം നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രയോജനകരമാണ്. അതുപോലെ ഇതിനകത്ത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും റെക്കോർഡിങ് പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം നമുക്കൊത്തിരി ഡെവലപ്പാക്കാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. റെക്കോർഡിങ് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിനകത്ത് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ഇവിടെ എല്ലാം കുത്തി അവസാനം എന്താ പറയണ്ടേ, ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ച് ഏകദേശം ഇപ്പോൾ ഒന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആകും. പിന്നെ അതുപോലെ ഏറ്റവും ഉപകാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നമ്മുടെ അതുപോലെ ഹെസിറ്റേഷൻ, നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്താ പറയണ്ടേ, ഞാൻ പുറകിൽ നിന്ന് സൗണ്ട് കൊടുക്കുകയുള്ളൂ. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നിൽക്കാനുള്ളൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പം എന്താ പറയണ്ടേ, ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അത് ഓരോ ദിവസവും മാറി കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ ഒരാളുടെ മുന്നിൽ ചെന്ന് നമുക്ക് സ്റ്റേണായിട്ട് നിന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അതൊക്കെ കുറേയൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സബ്സ്ക്രൈബറിനെ വാരിക്കൂട്ടണം, പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ 4000 മണിക്കൂർ ഉണ്ടാക്കണം, അങ്ങനത്തെ ചിന്തകൾ ഇല്ല. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്നെ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നുമില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ തലയൊക്കെ നരച്ചു. പക്ഷെ അത് മാത്രമല്ല, ഇതിനെക്കാട്ട് കൂടുതൽ കംപ്ലീറ്റ് വൈറ്റ് ആകുന്ന ഒരു സമയമുണ്ടല്ലോ. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലിയിൽ നിന്നെല്ലാം എൻ്റെ ഒരു ചിന്തകളാണ് കേട്ടോ അതൊക്കെ. നമുക്ക് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടയർഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് പണ്ട് എനിക്കിങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാനും, പിള്ളേർക്കാണേലും നമ്മുടെ കാലം കഴിഞ്ഞാലും പിള്ളേർക്ക് ഈ ഒരു വീഡിയോസും അവരുടെ ചെറുപ്പ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ കാണാനും അത് ഒരു ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു എന്താ പറയണ്ടേ, പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ യൂട്യൂബ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൽബംസോ കാര്യങ്ങളോ ഇനിയിപ്പം ഈ മുന്നോട്ടുള്ള ലൈഫിലൊന്നും ആരും ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയില്ല. പിന്നെ മാത്രമല്ല, ഇതിനോടൊന്നും ആർക്കും സമയവുമില്ല, താല്പര്യവുമില്ല. അപ്പോൾ അതിന് ഇൻസ്റ്റഡായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇതൊക്കെ തന്നെയുള്ളൂ, ഈ പറഞ്ഞ യൂട്യൂബും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എന്നുള്ളതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ മാത്രം കാണുക. കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.